അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മസ്ജിദുൽ ഖുബായിലാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വരുമ്പോൾ അൻസാരികളായ സ്വഹാബാക്കൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു, എൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അൻസാരികളായ സ്വഹാബാക്കളുടെ മുമ്പിൽ ഒട്ടകത്തിനോട് പറഞ്ഞു, ദഊഹ ഫ ഇന്നഹ മഅ്മൂറത്തുൻ, എൻ്റെ ഈ ഒട്ടകത്തെ ഞാൻ വിട്ടേക്കുകയാണ്. അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം എവിടെയാണോ മുട്ടുകുത്തുന്നത് ആ മുട്ടുകുത്തുന്ന സ്ഥലത്ത് അവിടെ ഉള്ള അൻസാരിയായ സഹാബാക്കളുടെ വീട്ടിൽ ഞാൻ താമസിക്കുമെന്ന് പറയുകയും അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ആ ഒട്ടകം മുട്ടുകുത്തുകയും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ താമസിക്കുകയും അവിടെ ഒരു മസ്ജിദ് നിർമ്മിക്കുകയും ചെയ്തു. ആ മസ്ജിദാണ് ഈ മസ്ജിദുൽ ഖുബ എന്ന് അറിയപ്പെടുന്ന ഈ പള്ളി. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും ഒരു മനുഷ്യൻ വീട്ടിൽ നിന്നും വുളൂ ചെയ്തുകൊണ്ട് മസ്ജിദുൽ ഖുബയിൽ വന്ന് 2 റക്അത്ത് നമസ്കരിച്ചാൽ ഉംറ ചെയ്തതുപോലെയുള്ള പ്രതിഫലം അവന് ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഇവിടെ വന്ന് 2 റക്അത്ത് നമസ്കരിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളിയുടെ ഈ വന്ന് 2 റക്അത്ത് നമസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം അല്ലാഹു നാം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാണാത്തവർക്ക് ഈ മണ്ണിലെത്താൻ അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.